അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഞായറാഴ്ച ദിവസത്തെ ഒരു നോമ്പ് തുറയാണ്. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ജ്യൂസ് മേക്കറിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. ആൾ ഭയങ്കര പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ പ്രൊഫഷണൽസ് ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെയ്ക്കിന്റെ റേഞ്ചും വേറെ ലെവലാണ്. ഇത് എന്ത് ഷെയ്ക്കാണെന്ന് നിങ്ങൾക്ക് അറിയാമോ കൂട്ടുകാരെ? ഇതാണ് ഓറിയോ മിൽക്ക് ഷേക്ക്. അതായത് ഓറിയോയും മിൽക്കും കൂട്ടി മിക്സിയിൽ ഷേക്ക് ചെയ്ത സാധനം. നാട്ടുകാർക്ക് എന്നൊരു വിലയില്ലേ. ഇനി നമുക്ക് അത് കുറച്ചു നേരം ഫ്രിഡ്ജിൽ കയറ്റി വെച്ചാൽ അടുത്ത പണികൾ നോക്കാം. നമ്മുടെ ഇന്നത്തെ ഡിഷ് എന്ന് പറയുന്നത് ദോശയും ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. ഞാനാണ് ഇന്ന് കിച്ചണിലെ ഡാമേജർ, ഐ മീൻ അറേഞ്ചർ. എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെക്കുന്ന നല്ല സന്തോഷമായി. ഇന്നത്തെ സാഹചര്യങ്ങളിൽ സമയത്തിന് ഡബിൾ റോൾ ആണുള്ളത്. ഇവിടെ മൂപ്പർ തന്നെയാണ് വില്ലനും രക്ഷകനും. ബാങ്ക് കൊടുക്കുമ്പോൾ ഇതെല്ലാം ആവോ എന്നുള്ള സാഹചര്യങ്ങളിൽ മൂപ്പർ വില്ലനും, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കഴിക്കാന്നുള്ള സാഹചര്യങ്ങളിൽ മൂപ്പർ രക്ഷകനുമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവും നെഗറ്റീവും ഇല്ലേ? ഇതങ്ങനെ കൂട്ടിയാൽ മതി. പക്ഷെ ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും തിരഞ്ഞെടുക്കുന്നത് നമ്മളാന്ന് മാത്രം. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ സമയം എന്താ പോകും. നമുക്ക് ഇനി എന്തൊക്കെ പണികൾ ബാക്കിയുണ്ട്. ഇനി നമ്മുടെ പരിപാടി ഫ്രൂട്ട്സ് കട്ടിംഗ് ആണ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈ റംസാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനം തണ്ണിമത്തനാണ്. കാരണം കുറച്ചൊക്കെ വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും തണ്ണിമത്തൻ ഇഷ്ടമാണ്. ഓരോ പണികളായിട്ട് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇടയ്ക്കോണൊക്കെയാണ് ഓരോ പണികൾ ചെയ്യുന്നത്. ഇനി നമുക്ക് പെൽച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുരിങ്ങയില സെലക്ട് ചെയ്യാം. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ ഒളിച്ചിരിക്കുന്ന പലരും പുറത്തു ചാടും. അതിൽ പെട്ടതാണ് വിരുന്നുകാർക്കുള്ള ഗ്ലാസ്, പാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാരെടുത്ത് വെച്ചിട്ടില്ലേ അത്. ഇനി നമുക്ക് ഈ ഗ്യാപ്പ് കോണെ ദോശയും കൂടി റെഡിയാക്കാം. അങ്ങനെ എല്ലാം ഒരു കണക്കിന് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് റെഡിയായി കിട്ടി. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഡെക്കറേഷനും തീർത്തു. അങ്ങനെ ഇന്ന് സമയം രക്ഷകനായത്. ഇനി ഇതെല്ലാം കുടിച്ച് തീർക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നം. അപ്പൊ ഇന്ന് ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.